ഉംറക്ക് പോയ ആളുകൾ ബസ്സിൽ കയറി എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ ബസ്സിലിരുന്ന് നമുക്ക് കാൽമുട്ട് വേദനയാകുന്നു. 5 മണിക്കൂർ ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ നമ്മുടെ ഹബീബ് കാൽനടയായും ഒട്ടകപ്പുറത്തും ഒളിച്ചും പാർത്തും നടന്ന ഹിജ്റ പോയ വഴിയായിരുന്നു അതെന്ന്. അതിലും എനിക്കേറ്റവും സങ്കടമുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറയട്ടെ. സങ്കടം നിങ്ങളോട് പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയൂ. മക്ക വരെ പോയിട്ട് ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് മക്ക വരെ പോവുകയും മക്കയിലെ ഹജ്ജെല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു പോരുന്നതല്ല എന്റെ വിഷമം. ഒന്ന് മദീനയിൽ പോകാൻ സമയം കണ്ടെത്താതെ തിരക്ക് പിടിച്ചു പോരുന്നവർ, അല്ലെങ്കിൽ മദീനയിൽ പോയാൽ മക്കയിലെ അത്രക്ക് പ്രതിഫലമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ. ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലി മക്കയിലല്ലേ, മദീനയിൽ അത് 1000 ഉള്ളൂ. അതുകൊണ്ട് കൂലി മുഴുവനും ചാക്കിലാക്കാൻ മക്കയിൽ നിന്നാൽ മതിയല്ലോ എന്ന് ചിന്തിച്ച് മദീനയിലേക്ക് പോവാതെ തിരിച്ചുവരുന്ന പച്ചപ്പാവങ്ങളായ സാധുക്കളോട് ഞാൻ പറയട്ടെ, മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? നിങ്ങൾ ചെയ്യുന്ന ഉംറയും ഹജ്ജും പഠിപ്പിച്ചു തന്നത് ആരാണ്? സംസത്തിന് പുണ്യമുണ്ടെന്നും കഅബാലയം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, മക്ക മുബാറക്കാണ്, പരിശുദ്ധമാണെന്ന് നമ്മെ പഠിപ്പിച്ചതും ഈ റസൂലല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത് ഈ നബിയല്ലേ, സഈ ചെയ്യാൻ പഠിപ്പിച്ചതും ഈ നബിയല്ലേ. അങ്ങനെ എല്ലാം പഠിപ്പിച്ചു തന്ന നബിയെ ഒന്ന് ചെന്ന് കാണാൻ സാധ്യമല്ലെങ്കിൽ തന്നെ അവിടുത്തെ പരിശുദ്ധമായ റൗളയിലേക്കൊന്ന് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് നേരിട്ട് സലാത്തും സലാമും ചൊല്ലൽ, സ്വലാത്തും സലാമും ചൊല്ലൽ അത്രമേൽ പുണ്യമായിരിക്കെ പ്രതിഫലം കുറവല്ലോ എന്ന് പറഞ്ഞു പോകാതിരിക്കുന്നത് എത്ര വലിയ നന്ദികേടാണ്. മിനിമം നന്ദികേടല്ലേ അത്? ഒക്കെ പഠിപ്പിച്ച ഒരാളെ, എല്ലാം പറഞ്ഞു തന്ന തിരുനബിയെ ഒന്ന് ചെന്നു നോക്കാൻ സമയം കണ്ടെത്താത്തത് എന്തോ ഒരു വലിയ അനാദരവാണ്. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ വരികയും എന്നെ സന്ദർശിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ ഓർത്തുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. തങ്ങൾ പറഞ്ഞ വാക്കിൽ അത്ഭുതമുണ്ട്. എന്നെ കാണാതെ വന്നാൽ ഞാൻ നിങ്ങളോട് പിണങ്ങുമെന്ന് നബിക്ക് പറയാം. പക്ഷെ നബി അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നോട് പിണങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു പോകും കേട്ടോ, എന്നെ കാണാതെ പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ നബിയോടാണ് ഒന്ന് സലാം പറയാൻ സമയം കണ്ടെത്താതെ തിരിച്ചു പോരുന്നത്. ഇതൊരു ഖേദകരമാണ്. മദീനയിലെ നിസ്കാരത്തിന് 1,00,000 2,00,000 കൂലി അല്ലാഹു തരാൻ കഴിയാത്തത് കൊണ്ടാണോ? നബിക്കങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അല്ല. നിങ്ങൾ മദീനയിൽ പോകുന്നുവെങ്കിൽ അതെന്റെ നബിയോടുള്ള സ്നേഹം കൊണ്ടുപോയാൽ മതി. കൂലി കിട്ടാൻ നിങ്ങൾക്ക് മക്കയെമ്പാടുമുണ്ട്. കൂലിയാണ് ലക്ഷ്യമെങ്കിൽ വരണ്ട. എന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. എന്റെ ഹബീബ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആലിമു മദീന, ലോകം കണ്ട പ്രഗൽഭനായ ആലിമാണ്. ലാ യുഫ്താ വമാലികുൻ ഫിൽ മദീന. ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലോകത്തൊരു പണ്ഡിതനും ഫത്വ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഇമാമുന ഇമാം മാലിക് ഇബ്നു അനസ് മദനി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നിർബന്ധമായൊരു ഹജ്ജിനല്ലാതെ പുറത്തു പോയിട്ടില്ല. എന്തേ കാരണം എന്നറിയോ? സുന്നത്തായൊരു ഹജ്ജ് നിർവഹിക്കാൻ 500 കിലോമീറ്റർ എങ്ങാനും നടന്നുപോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിലെത്താതെ മരിച്ചുപോയാൽ മൻ ശാഅ, ആർക്കെങ്കിലും മൻ ഹബ്ബ അൻ യമൂത ബിൽ മദീനതി ഫൽയമൂത് ബിഹാ,
ആർക്കെങ്കിലും മദീനയിൽ മരണമടയാൻ കൊതിയുണ്ടെങ്കിൽ അവർ മദീനയിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയോടൊപ്പം കടക്കാൻ കഴിയില്ലല്ലോ, തിരുനബി കിടക്കുന്ന മണ്ണിൽ നബി തങ്ങളുടെ അരികത്ത് കിടക്കാൻ സാധ്യമല്ലല്ലോ എന്നാലോചിച്ച് ജീവിതത്തിന്റെ ഫറളായ ഒരു ഹജ്ജല്ലാതെ മറ്റൊന്നും നിർവഹിക്കാതെ മദീനയിൽ ചെരുപ്പ് ധരിക്കാതെ ജീവിച്ച മഹാനാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാമും ആലിമു മദീന, മദീന കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. 100ഓളം സ്വഹാബിമാരെ കണ്ട മഹാൻ. കൂലി കിട്ടാൻ വരണ്ട, അത് സ്വാർത്ഥതയാണ്. കൂലി അക്സായിലാണെങ്കിൽ മക്കി മദീന വിട്ട് അക്സായി കൂടൂല ആൾക്കാര്. 3 ലക്ഷം കൂലി എവിടെയാണെന്ന് പറഞ്ഞാൽ അതിന് വരണ്ട. എന്റെ നബിയോട് സ്നേഹം ഇങ്ങോട്ട് വാ.